തക്കാളിയോ വലിയ ഉള്ളിയോ ഒന്നും ചേർക്കാതെ നമുക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല കൊഴുത്തൊരു ചട്നിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഇഡ്ഡലി ദോശ കഴിച്ചെന്ന് പോലും അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഒരു അടികട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയ ആ ഒരു ചട്നിയിലൊക്കെ നമ്മൾ സാധാരണ എള്ളെണ്ണയാണ് എടുത്തിരുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു ചട്നിക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മളൊരു 2 വറ്റൽമുളക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തത്. അപ്പോൾ നല്ലൊരു കളർ നമ്മൾ ചട്നിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ചിരവിയ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ചിരവിയത് തന്നെ ചേർക്കണമെന്നില്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സാമ്പാറിനോ അതുപോലെ മസാലക്കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്നും വറുത്തെടുക്കരുത്. ഒരു കളർ ചേഞ്ച് ആവുന്നവരെ മാത്രമേ നമ്മളിത് വറുക്കാൻ പാടുള്ളൂ. അതുപോലെ ഇതിലേക്ക് ഞാനൊരു 5-10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം ഒരു ചെറിയ കഷ്ണം സവാള നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിലൊരു 4-5 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി വലുതായതുകൊണ്ടാണ് ഒരു 4-5 എടുത്തത്. ചെറുതാണെങ്കിൽ അതിനേക്കാളും കുറച്ചധികം ഒരു 6-7 നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നിലക്കടലയാണ്. വറുത്ത നിലക്കടലയാണ് ചേർക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്തിട്ടുണ്ട്. തൊലി കളയാതെയാണ് ചേർക്കുന്നത്. അപ്പോൾ തൊലി കളയണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചട്നി അരയ്ക്കുമ്പോൾ ഈ ഒരു തൊലി ഉണ്ടെങ്കിൽ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലോണം വറുത്തത് കൊണ്ട് ഞാനൊരു എണ്ണയിൽ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുത്ത നിലക്കടലയാണ്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ ചേർത്തത്, തൊലി കളയാണ്ട്. അപ്പോൾ ഇത് നല്ലോണം വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് വേണ്ടു. നമ്മളിതിൽ വേറെ ഇഞ്ചിയോ അതുപോലെ വലിയ സവാളയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു ചൂടോടെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിക്സിയിൽ നിന്ന് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ അരക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി ഒരുപാടങ്ങ് ചേർക്കേണ്ട. ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പുളി ടേസ്റ്റ് മുന്നിട്ട് വെക്കുമ്പം അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഇത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാശ്മീരി മുളകുണ്ടല്ലോ, അത് ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളകിനെ വേണമെന്നില്ല, സാധാരണ മുളകായി കഴിഞ്ഞാലും ചേർത്താൽ മതി. അതുപോലെ ഒരു ചെറിയ കഷ്ണം വെല്ലം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ശർക്കരയാണ്. ശർക്കര ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി. ഒരുപാട് മധുരം വേണ്ട. മധുരം ഉണ്ടായിക്കഴിഞ്ഞാൽ ചട്നി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പോൾ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തിളപ്പിച്ച് നല്ലോണം തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു പച്ചച്ചൊവ, വെള്ളത്തിൻ്റെ ഒരു പച്ചച്ചൊവ ഉണ്ടാവില്ല, അപ്പോൾ അത് മാറിക്കിട്ടും. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നി നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്രയും തിക്കായിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ഇത് നമുക്ക് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനങ്ങ് ഒരുപാടങ്ങ് ലൂസാക്കുന്നില്ല, കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അതും നമ്മൾ എടുക്കുന്നത് നല്ല തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും തിക്കായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ ഇത്തിരി കുറവുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മധുരം കൂടിപ്പോകരുത്. അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു പുളിയും അതുപോലെ ഉപ്പും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പീനട്ടിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതായത് നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു കളറ് മാറി വരുന്നത് വരെ ഒന്ന് നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ട് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് കളറ് മാറിപ്പോകരുത്, ചട്നിക്ക് ആ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം മുളക് പൊടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചട്നി ഇവിടെ റെഡിയായി. അപ്പോൾ ഇഡ്ലിക്കും ദോശക്കും വടക്കും മസാല ദോശയും നെയ്റോസ്റ്റിനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷനാണിത്.
അതുപോലെ നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നില്ലേ, അതൊക്കെ നന്നായിട്ട് എണ്ണയിൽ വാടണം. എന്നെങ്കിൽ മാത്രമേ ആ ഒരു നല്ല ടേസ്റ്റ് ചട്നിക്ക് കിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ മുളകും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മുന്നിട്ട് നിന്നാൽ ഈ ചട്നിക്ക് ആ ഒരു വെളുത്തുള്ളീൻ്റെ ഒക്കെ ചുവ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഒക്കെ നന്നായിട്ട് വാടണം ഇതിൽ എണ്ണയിൽ കിടന്നിട്ട്. അതുപോലെ തന്നെ നമ്മൾ നിലക്കടല നന്നായിട്ട് റോസ്റ്റ് ആവണം, അല്ലെങ്കിൽ നിലക്കടലേൻ്റെയും പച്ചച്ചുവ മുന്നിട്ട് നിൽക്കും. അപ്പോൾ എല്ലാം കൂടി നല്ലോണം റോസ്റ്റ് ആയ ശേഷം മാത്രം നിങ്ങളിത് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്